അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 1-ാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം പാഠബുക്കിൽ നിന്നും എഴുത്ത് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. ഇത് തന്നെ വരണമെന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതണം, പരീക്ഷയ്ക്ക് പ്രവർത്തനങ്ങൾ വരുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്ന് നോക്കുന്നത്, ചിത്രം നോക്കി വിട്ട വാക്ക് എഴുതാം. ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ചിത്രം നോക്കുക, എന്നിട്ട് അവിടെ താഴെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ തുടക്കത്തിലുള്ള വാക്ക് കാണാനില്ല. അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ ഓരോ ചിത്രത്തിൻ്റെ താഴെയും ഇതുപോലെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ വാക്ക് എഴുതി കൊടുക്കുക, അക്ഷരം എഴുതി കൊടുക്കട്ടോ. അതിൽ ഒന്നാമത്തത് ചിത്രം നോക്കിയാൽ കാണാം. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? കേരളം അല്ലേ? കേരളം. അപ്പോൾ ഈ കേരളം എന്ന് എഴുതണമെങ്കിൽ ഇവിടെ ഒരു അക്ഷരം പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏതാണ്? കെ അല്ലേ? കേക്ക് നീട്ടാനുള്ള യാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എകാര ചിഹ്നത്തിന് നീട്ടാൻ യാ ആണ് ഉപയോഗിക്കുക. ആ യാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് എഴുതിയാൽ മതി? കെ എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് എഴുതി കൊടുക്കാം. കെ, കേരളം. അത് ശരിയായി. രണ്ടാമത്തത് ചിത്രം കണ്ട എന്താണത്? വാഴപ്പഴം. വാഴപ്പഴം. അപ്പോൾ ഇവിടെ വാഴ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എഴുതി കൊടുക്കേണ്ടത് പഴം എന്നുകൂടെ കൂട്ടി എഴുതണം. വാഴപ്പഴം. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആദ്യം പാക്ക് 3 പുള്ളി വേണം. മുകളിൽ ഷെഡ് കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. വാഴപ്പഴം. വെറും പഴം എന്ന് എഴുതുകയാണെങ്കിൽ ഷെഡ് വേണ്ട, പക്ഷേ കൂട്ടി എഴുതുമ്പോൾ ഷെഡ് കൊടുക്കണം. വാഴപ്പഴം. ഇവിടെയും 3 പുള്ളി വേണം. കണ്ടില്ലേ? വാഴപ്പഴം. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ വാക്ക് നമ്മൾ പൂർത്തിയാക്കി. മൂന്നാമത്തെ ചിത്രം പന്ത്. നമ്മൾ കളിക്കുന്ന പന്ത്. പക്ഷേ ഇവിടെ പാ മാത്രമേ ഉള്ളൂ. ഇനി 2 അക്ഷരം കൂടെ എഴുതണം ഇവിടെ. അത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? പന്ത് എന്ന് പറയുമ്പോൾ അതിൽ ഉച്ചരിക്കുന്ന വേറെ 2 അക്ഷരം കൂടെ ഉണ്ട്. പന്ത്. അപ്പം നൂനാണ് അവിടെ ഉള്ളത്. ഉണ്ടോ? അവിടെ നൂനിന് പ്രത്യേകമായിട്ട് അവിടെ കണ്ടോ ഒരു കുനിപ്പുണ്ട്. പന്ത്. ഇനി താന് സുക്കൂന്. പന്ത്. അപ്പോൾ എന്താ എന്ന അക്ഷരം നമ്മളവിടെ കൊടുത്തത്. പ ആദ്യം ഉണ്ടായിരുന്നു. എന്താ പന്ത്. എന്താ എന്ന അക്ഷരം മാത്രമാണ് നമ്മൾ എഴുതി കൊടുത്തത്. അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിൻ്റെ വാക്കും ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി അവസാനം കുറേ ഫലങ്ങളുണ്ട് അല്ലേ? ഫലം നമ്മൾ പഠിച്ചതാണ്. ഫലം. അപ്പോൾ അവിടെ എന്ത് എഴുതേണ്ടത്? ഫ എന്ന അക്ഷരം എഴുതണം. ഫലം എന്നല്ല, ഫലം എന്നാണ് പറയുക. ഇവിടെ കൊടുക്കേണ്ടത് ആദ്യം പ എന്ന അക്ഷരം എഴുതുക, അതിൻ്റെ കൂടെ തന്നെ ഹാവും കൂട്ടി എഴുതുക. എന്നിട്ട് താഴെ അതിൻ്റെ താഴെ 3 പുള്ളിയും മുകളിൽ ഫത്തഹും കൊടുക്കുക. ശേഷം ഹ ഉണ്ട്. ഹ ലാമിലേക്ക് കൂട്ടി എഴുതണം. ഫലം. ഫലം. അപ്പോൾ നമ്മൾ ഈ 4 ചിത്രത്തിൻ്റെയും ഫുള്ളാക്കി. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാറുണ്ട്. ഇനി അടുത്ത് നോക്കാം. അടുത്ത പ്രവർത്തനം അറബി മലയാള അക്ഷരമാക്കി എഴുതാം. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് റ
ഷ, സൈ, ദു. പക്ഷെ ഇതൊന്നും അറബി മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ അറബിയിലാണ് പഠിച്ചത് അല്ലേ, ദുറൂസിലല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ തഫ്ഹീമു തിലാവയിലാണ് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അറബി മലയാള അക്ഷരമാക്കാം? ഇത് സിമ്പിളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാറുണ്ട്. അറബി മലയാള അക്ഷരമാക്കാം. അപ്പോൾ ഇത് പലതരത്തിലാക്കാം. ഏതൊക്കെയെന്ന് നോക്കാം. ഇവിടെ റാ ആണ് കൊടുത്തിട്ടുള്ളത്. തഫീലിൽ പഠിച്ച റാ. റുക്കിൻ എന്നുള്ള പാഠത്തിലാണ് നമ്മൾ റാ പഠിച്ചത് അല്ലേ. ഇനി ഈ റായിനെ ഉപയോഗിച്ച് നമുക്ക് അറബി മലയാള അക്ഷരം എഴുതാം. പലതരത്തിലുണ്ട്. ഒന്ന് ഴ, വാഴപ്പഴം നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഴ എന്നാക്കി മാറ്റാം. അതും അല്ലെങ്കിൽ ര എന്ന അക്ഷരാക്കാം. അതും അല്ലെങ്കിൽ ട, കുറ്റം, ട എന്ന അക്ഷരാക്കാം. ഇങ്ങനെ റ എന്നതിനെ ഈ രൂപത്തിലൊക്കെ നമുക്ക് അറബി മലയാള അക്ഷരാക്കി മാറ്റാം. ഇനി ഇതുപോലെ തൊട്ടടുത്തുള്ള ഷ, പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകുന്നതാണ് ഇതെങ്ങനെ അറബി മലയാള അക്ഷരമാക്കാന്ന്. കാരണം ഇതങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് സിമ്പിളാണ്, ഒന്നുമില്ല. ഈ കാണുന്ന ഷീൻ്റെ താഴെ ഒരു പുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരം മാറി. ഇവിടെ ഇപ്പോൾ ഷ എന്നാണ് എഴുതിയത്. ഇതിൻ്റെ താഴെ എന്ത് ചെയ്താൽ മതി, ഒരു പുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷ. പുഷ്പം എന്ന് പറയില്ലേ, പുഷ്പം, അതിൽ ഷ. ഇനി ലൈ എന്നാണ്. ഏതിലാണ് നമ്മൾ പഠിച്ചത്? ലൈറസുൻ, അതിലാണ് നമ്മൾ ലാ പഠിച്ചത്. ഇനി ഈ ലൈ എന്ന അക്ഷരത്തെ നമുക്ക് അറബി മലയാള അക്ഷരമാക്കണം. അതിനാദ്യം എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ എഴുതിയിട്ട് മുകളിൽ പുള്ളിയും കൊടുത്തു. ഇനി സിമ്പിളാണ്. താഴെ ഒരു പുള്ളി കൊടുക്കുക, കസറിടുക. ലി, വിളി, കുളി, കിളി, ഇതൊക്കെ എന്താണ്? ലി എന്ന അക്ഷരമാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, അറബി മലയാളം അക്ഷരമാക്കുക. അവസാനത്തത് ദു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇത് അറബി മലയാള അക്ഷരമാക്കാൻ സിമ്പിളാണ്. ദ എന്ന് തന്നെ എഴുതിയിട്ട് താഴെ ഒരു പുള്ളി ഇടുക, മുകളിൽ ലൊമ്മും കൊടുക്കുക. ഡു, കടല, അതുപോലെ ഡ, കുടം. അപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ തരും. അറബിയിലെ ഓരോ അക്ഷരങ്ങൾ ഇതുപോലെ തരും. അതായത് അറബി മലയാളം അക്ഷരമാക്കാനുള്ളത് മാത്രം. ഇപ്പോൾ ന, അത് ന എന്നാക്കാം. അപ്പോൾ അത് കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുക. ചിലപ്പോൾ ക എന്ന് വരാം, അത് ഗ എന്നാക്കാം. അതുപോലെ അറബി മലയാളത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് പഠിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. ഇനി അടുത്ത പ്രവർത്തനം ചേർത്തി എഴുതാം. അപ്പോൾ ഇവിടെ സിമ്പിളാണ് പ്രവർത്തനം. ച എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ഹ. അപ്പോൾ ഇവിടെ ഉച്ചാരണം മാറും. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ, ഇത് രണ്ടും വെവ്വേറെ അക്ഷരങ്ങളാണ്, പക്ഷേ ഇത് രണ്ടും ഒപ്പം കൂടുമ്പോൾ വേറൊരു അക്ഷരമായി മാറും. അതാണ് അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം ഇങ്ങനെ ച എന്ന അക്ഷരം എഴുതുക, അതിൻ്റെ കൂടെ ഹ കൂട്ടുക. ഛ, ചിഹ്നം, അതിലെ ഛ. പിന്നെ രണ്ടാമത്തത് പ്ലസ് ത, പ്ലസ് ത. നമ്മളിപ്പോൾ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, പന്ത്, അതിൽ നൂന് പ്ലസ് ത, ന്ത, ന്ത, പന്ത്, ന്ത, പന്ത്. ഉണ്ടല്ലേ? ന്ത എന്ന അക്ഷരമായി എഴുതി. അവസാനത്തത് ത പ്ലസ് ഹ. എങ്ങനെ എഴുതുക?
ഇതുപോലെ ധ, കഥ. ഇതുപോലെ ഇങ്ങനെയുള്ള പ്രവർത്തനം കുറച്ചു കാലം മുന്നേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മോഡൽ ഞാൻ വിട്ടത് കേട്ടോ. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.